ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ ലെ ഹാവ്രെ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇതിൻ്റെ അടുത്തായിട്ട് വരും. അതായത് UK ഒക്കെ ഇപ്പുറത്തെ സൈഡായിട്ട് വരും. ആ ഭാഗം ഇവിടെ ആയിട്ട് വരും. അതിൻ്റെ അപ്പുറത്ത് ബീച്ച്, ഇതാണ് കടലാണ്. അപ്പം നമ്മൾ അവിടേക്ക് ബോട്ടിൽസുമായിട്ടാണ് പോണേ. അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടിയാണ്. അവനെന്തോ പണിയാരെന്ന് മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അറിയില്ല, അത് ബ്ലോക്കായി കിടക്കാം. ഈ പുള്ളി പുറത്തോട്ട് സൈഡിലോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പണിപ്പെടുവാൻ പുറത്തോട്ട് റിവേഴ്സ് വയ്ക്കാൻ. നമുക്കിനി ഇവിടുന്ന് 40 കിലോമീറ്ററിനുള്ള ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം നമുക്ക് തന്നേക്കണ സമയം വന്നിട്ട് 10:30 കിലോമീറ്റർ എടുക്കാനാണ്. പക്ഷെ നമ്മളൊരു 8:15 കഴിയുമ്പോഴേക്കും നമ്മളവിടെ എത്തും. ഇപ്പം ഇത് വലിയ തിരക്കുള്ള ലോഡല്ല ക്ലാസ്. ഇപ്പം ഇന്ന് നല്ല നമ്മൾ വൈകിട്ട് വന്നിട്ട് ഏകദേശം ഒരു 13 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വണ്ടി എടുത്ത്. ഇവിടേക്ക് ഞാൻ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് ഓർമ്മയില്ല. കാരണം ഈ വേനൽക്കാലങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും ഇതുപോലത്തെ ടൈപ്പ് വണ്ടികൾ എടുക്കുക. ഇതിപ്പോൾ ഈ മാസം ഏപ്രിൽ അവസാനിക്കാറായി. ശരിക്കും മെയ് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്, ജൂണൊക്കെ എത്തി തുടങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് തുടങ്ങാം. ഇതിപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല. എനിക്ക് വേറൊരു ഫ്രീഗോ ആയിരുന്നു അവർ ഇട്ടിരുന്നത്. അവസാനമായപ്പോൾ ലോഡിൻ്റെ ബ്ലേഡ് മാറി വീണ്ടും ലേറ്റായി തോന്നുന്നു. അപ്പോൾ വണ്ടി മാറ്റി. അപ്പം നമ്മൾ മിനിഞ്ഞാന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ കഴിഞ്ഞു 2 ദിവസമായി. അപ്പം ഇന്ന് ലോഡ് ഇറക്കണം, അതുപോലെ തന്നെ ലോഡ് തിരിച്ച് കയറണം. എന്തിട്ടാന്നുള്ളത് അറിയില്ല. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം അറിയുള്ളൂ. നേരെ തിരിച്ച് സ്പെയിനിലേക്ക്. ഈ ഏരിയക്ക് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇംഗ്ലീഷ് ചാനലാണ്. $32 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു നാഷണലിലേക്ക് കയറണം. നാഷണൽ റൂട്ടിലേക്ക്. നമുക്കപ്പോൾ ഈ പ്രാവശ്യം പാരീസ് ക്രോസ് ചെയ്യേണ്ടി വന്നില്ല. ഞാനപ്പോൾ അവളിപ്പോൾ ഈ താഴത്തോടെ ഇറങ്ങിയ പാരീസ് കൂടെ ക്രോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാല സമയമെടുക്കും. അപ്പം അതിൻ്റെ പേരിൽ താഴത്തോടെ വന്നത്. ഇവിടെ ശരിക്കും പ്രിമാവേര തുടങ്ങി. പ്രിമാവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഇത് ചെയ്യുന്ന കാലം, വസന്തം കാലം. അലർജിയൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇതിനെ അപേക്ഷിച്ച് തിരക്ക് കുറവുള്ള റൂട്ടായിരുന്നു.
കാലത്ത് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ആ റൂട്ടിൽ ഒരു വണ്ടികളും കണ്ടില്ല എന്നുള്ളതാണ്. വളരെ റെയറായിട്ട് 1-2 ട്രെയിലർ കണ്ടു. കാര്യം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ടില്ല, വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ സ്ഥലം 1-2 സ്ഥലം കൂടെ ഉള്ളൂ. പിന്നെ അപ്പുറത്തേക്ക് കടലായതുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ അതൊക്കെ അവരുടെ അതിനെ പെട്ടതല്ലേ. ഇവിടെ ഇപ്പം 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈ ഭാഗത്ത്. നേരം വെളുത്തു തന്നെയുള്ളൂ. 7:51, 8 മണി ആയിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ലോഡ് ഇറക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു മാത്രം. എനിവേ, ഇതിൻ്റെ കുറച്ച് അപ്പുറത്തോടെ ഒരു നാഷണൽ റൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 1-2 ഗ്രാമങ്ങൾ കാണുന്നുണ്ടായത്. അവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പേരിൽ പോകുമ്പോൾ നമുക്ക് ഹൈവേ കൂടെ പോവാം. ലോഡ് ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് നോക്കട്ടെ. ഈ ഭാഗത്തു നിന്ന് തന്നെ എവിടെയെങ്കിലും ആയിരിക്കാനാ സാധ്യത. കുറേ ഫാക്ടറികളൊക്കെ കാണുന്നുണ്ട്. ചെറു വീടുകളും അതിൻ്റെ അപ്പുറത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയും ഉണ്ട്. ഈ വന്ന വഴിക്ക് കുറേ ഫാമുകളും കണ്ടിരുന്നു. വീടുകളൊക്കെ കുറവായതിൻ്റെ പേരിൽ ഫാമുകളുണ്ട് അത്യാവശ്യം. ഇതൊക്കെ ശരിക്കും പക്കാ ഗ്രാമങ്ങളാണ്. അതിൻ്റെ അപ്പുറമൊക്കെ കടലാണെന്ന് തോന്നുന്നു. നമുക്കൊരു കടൽ വഴി ക്രോസ് ചെയ്യാണ്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട്. തിരിച്ചു പോകുമ്പോൾ ശനിയാഴ്ച രാത്രി പെടാണ്ടിരുന്നാൽ മതിയായിരുന്നു ഫ്രാൻസിൽ. ഇന്ന് തന്നെ ലോഡ് കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 10 മണി കഴിഞ്ഞാൽ ഈ വണ്ടിയും കൊണ്ട് ഓടാൻ പറ്റില്ല.
തോന്നുന്നു ആ പാലം. എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഹൈറ്റ് ലിമിറ്റും സ്പീഡ് ലിമിറ്റും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ സംഭവം അവിടെ? 48 ടണ്ണും 2.8 മീറ്ററും ഇതിലെ. ഓക്കെ, അതിലെന്തായാലും ട്രക്കുകൾ കയറി പോകുന്നുണ്ട്. സിംഗിൾ ലൈന, എല്ലാവരും സൈഡിൽ കൂടെ ഒന്ന് കയറണം. അപ്പം അത് ബ്ലോക്ക് ചെയ്യാണ്ട് വേറെ നിർത്തിയില്ല. ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള പണി നടക്കണമെന്ന് തോന്നണം. മീറ്റർ വണ്ടി നിർത്താൻ പാടില്ല. ഇതിന്റെ പേരെന്നതാന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും വെച്ച് വണ്ടിക്ക് ഏതെങ്കിലും വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ തീരുമാനമാവും. വളഞ്ഞു പോകാനായിട്ട് വേറെ വഴിയില്ല തോന്നുന്നു. അങ്ങനെ പാലം കഴിഞ്ഞു.
പണിങ്ങോടത്തുണ്ട്. ഇപ്പോഴത്തേന് കുഴപ്പമില്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. നമുക്കിനി ഈ റൂട്ട് ഒരു 18 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു നാഷണലിലേക്ക് കയറണം. പതിനൊന്ന് കിലോമീറ്റർ ഇതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ പോണത് A131. ഇവിടേക്ക് കിടക്കാനായിട്ടുള്ള ഏക പാലം അതാണ്. അതെ, അത് മാത്രമേ ഉള്ളൂ. മെയിൻ അത് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തേക്ക് എല്ലായിടത്തേക്കും കിടക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അതിന് സ്പെയിൻ്റെ താഴത്തോളം വരേണ്ടി വരും. നമുക്ക് പിന്നെ ഒരു 20 കിലോമീറ്റർ കൊണ്ടുള്ള ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ കാട് തന്നെയാണെന്ന് തോന്നുന്നു മൊത്തം. ഇനിയിപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും ഇവിടെ ഈ മരങ്ങളൊക്കെ വെട്ടി, മരങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലകളൊക്കെ വെട്ടി താഴത്തെ പുല്ലുവെട്ടൽ തുടങ്ങും ഇപ്പോൾ യൂറോപ്പിൽ. കാരണം ഇനി ചൂട് കാലത്തേക്ക് കയറണം. അപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇനിയാണ് അങ്ങോട്ട് ഈ പുല്ലുവെട്ടൽ. എന്തോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഈ റോഡ് വെട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇത് ബ്ലോക്ക് ചെയ്യും. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ ഇത് മൊത്തം കഴിയാണ്ട് ഇവർ ഈ റെസ്ട്രിക്ഷൻസ് വരില്ല. അപ്പോൾ പിന്നെ ബ്ലോക്കിൻ്റെ സംഭവങ്ങൾ തുടങ്ങും. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലുള്ള സീസണാണ്. മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ബ്ലോക്കുകൾ ഉണ്ടാവും. വേനൽക്കാലത്ത് പുല്ലുവെട്ടേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഫീസ്റ്റുകൾ, അവധികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതെല്ലാം വന്ന് പെടുന്നത് ഞങ്ങളുടെ ഇല്ലെന്ന് മാത്രം, ഡ്രൈവർമാരുടെ അടുത്തേക്കാന്ന് മാത്രം.
അത്രയും ഫാക്ടറികളുണ്ട്. ഇൻഡസ്ട്രി ഏരിയകൾ കുറച്ചുണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്ത്. കാരണം കെമിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളായിരിക്കും കൂടുതൽ ഇവിടെ ഉണ്ടാവുക. കാരണം ഇവിടെ ഒന്നും ആരും അധികം ജനവാസ കേന്ദ്രങ്ങൾ കാണാനില്ല. ചുരുങ്ങിയ ഒരു ചെറിയ ഗ്രാമങ്ങളാണ്. അപ്പം മിക്കവാറും ഇവിടെയുള്ള ജോലിക്കാർ തന്നെയായിരിക്കും അവിടെ താമസിക്കേണ്ടാവുക. നമ്മളപ്പോൾ ഏകദേശം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ പോകുന്നത് ഒരു ഗ്രാമത്തിന്റെ സൈഡാണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ എന്താന്നറിയില്ല, ചെറുതരത്തിലൊരു ബ്ലോക്ക് കാണാനുണ്ട്.